ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഫോളിംഗ് വെജ് പാറ്റേണിനെ പറ്റിയിട്ടാണ്. ഫോളിംഗ് വെജ് പാറ്റേൺ എന്ന് പറയുന്നത് നമുക്കൊരു മുമ്പ് പഠിച്ചിട്ടുള്ള റൈസിംഗ് വെജ് പാറ്റേണുമായിട്ട് സിമിലാരിറ്റി ഉള്ളൊരു പാറ്റേണാണ്. കാരണം ഫോളിംഗ് വെജ് പാറ്റേൺ ഒരു കണ്ടിന്യൂസ് പാറ്റേണായിട്ടും റിവേഴ്സൽ പാറ്റേണായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോളിംഗ് വെജ് പാറ്റേൺ ഒരു അപ് ട്രെൻഡിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ പാറ്റേൺ ആയിരിക്കും നമുക്കവിടെ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഒരു ഡൗൺ ട്രെൻഡിൽ ഈ ഒരു ഫോളിംഗ് വെജ് പാറ്റേൺ നമുക്ക് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഒരു റിവേഴ്സലാണ്. അതായത് ഡൗൺ ട്രെൻഡിൽ നിന്നും ഒരു അപ് ട്രെൻഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, അപ് ട്രെൻഡിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ കാണുകയാണെന്നുണ്ടെങ്കിൽ നിലവിലെ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടുമ്പോൾ നിലവിലെ ഡൗൺ ട്രെൻഡിനെ റിവേഴ്സ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഓപ്പോസിറ്റ് മൂവ്മെൻ്റാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റ് ഏരിയ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എസ് എൽ ടാർഗറ്റ് ഏരിയാസ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഫോളിംഗ് വെജ് പാറ്റേൺ നമുക്ക് ചാർട്ടിൽ അനലൈസ് ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ടാർഗറ്റ് ഏരിയ ആയിട്ട് എടുക്കുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ മുതൽ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരെയുള്ള ഏരിയ ആണ് ടാർഗറ്റായിട്ട് എടുക്കുന്നത്. ആ ഒരു ഏരിയ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇതിൽ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നല്ലൊരു വോളിയത്തോട് കൂടി ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ എൻട്രി എടുക്കുന്നു. ടാർഗറ്റ് ഏരിയ ആയിട്ട് ഈ പറഞ്ഞ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ മുതൽ സപ്പോർട്ട് ഏരിയ വരെയുള്ള ഏരിയ വെക്കുന്നു. സ്റ്റോപ്പ് ലോസ് വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് പ്രീവിയസ് ആയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൽ ടച്ച് ചെയ്തിട്ടുള്ള ക്യാൻഡിലിന് ബിലോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. ഈ രീതിയിലാണ് ഇതിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഡൗൺ ട്രെൻഡിൽ നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു റിവേഴ്സലും അപ് ട്രെൻഡിൽ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഫൗണ്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂഷൻ മൂവ്മെൻറ്റുമാണ് നമുക്ക് ഈ പാറ്റേൺ വെച്ച് മാർക്കറ്റിൽ അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത്.